ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാവൽ ബ്ലോഗാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന എങ്ങോട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മഴയത്ത് നമ്മൾ വാഗമണ്ണ് പോവുകയാണ് ഗൈസ്. കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് കേട്ടോ. പക്ഷേ വാഗമണ്ണ് പോകണം എന്നല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങോട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് സൺഡേ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പോകണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ പ്ലാനിങ് ഒക്കെ മൊത്തത്തിൽ കുളമായി. ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തതിന് ശേഷം ചെറിയൊരു തെളിച്ചമൊക്കെ കണ്ടു. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കട്ട മഴയായിരുന്നു കേട്ടോ. മഴയത്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഴയത്ത് പോയപ്പം പ്രത്യേക ഒരു ഭംഗി ഫീൽ ചെയ്തു. ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ മഴയത്തൊന്നും വാഗമണ്ണ് പോയിട്ടില്ല കേട്ടോ. വാഗമണ്ണ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പോകാറില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ വർഷത്തിന് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷത്തിന് ശേഷമാണ് വീണ്ടും വാഗമണ്ണ് ഇതുപോലെ യാത്ര ചെയ്യുന്നത്. അതിനു മുന്നേയും കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം അടുത്താണ് വീടിൻ്റെ, എങ്കിലും നമ്മൾ അങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ. നല്ല കട്ട മഴയായതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വാഗമണ്ണ് പോകുന്ന റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല വളവും ഹെയർ പിൻസൊക്കെ ഉള്ള റൂട്ടാണ്. പിന്നെ എതിരേന്ന് വണ്ടിയൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിലും അത്യാവശ്യം ആൾക്കാർ അവിടുത്തെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് പോയപ്പം വണ്ടികളൊന്നും അങ്ങനെ കാഴ്സൊന്നും കണ്ടില്ല. അപ്പോൾ വിചാരിച്ചു ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമാണോ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ. പക്ഷേ അല്ല, പിന്നെ നമുക്ക് ഇങ്ങോട്ട് വണ്ടി വരുന്നതൊക്കെ കാണാൻ പറ്റി. പിന്നെ അവിടെ ചെന്ന് നമ്മൾ സ്പോട്ടിൽ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു. യാത്ര നമുക്ക് ഇതേപോലെ വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ മഴയും ഒക്കെ ആസ്വദിച്ച് വേറൊരു ക്ലൈമറ്റിക് കണ്ടീഷനൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിടത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറ്റിയില്ല. നമ്മൾ പോയി കുറച്ച് നേരം മഴയൊക്കെ കുറഞ്ഞു വന്നു, വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. എക്സാക്റ്റ് വാഗമണ്ണിൻ്റെ വ്യൂസും സ്പോട്ട്സൊക്കെ ആസ്വദിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഇറങ്ങി നിൽക്കാനും അടുത്ത പ്ലേസിലേക്ക് പോകാനൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു മഴയത്ത് പോയത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊന്നും കണ്ടില്ല, ഇങ്ങനെ മഴയത്ത് പോകാത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ നല്ല രസമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ഏരിയ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എല്ലാവരും വാഗമണ്ണ് പോകുമ്പം കുറച്ച് നേരം ഇറങ്ങി നിൽക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ഇവിടുത്തെ വ്യൂസൊക്കെ ആസ്വദിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. കിടിലൻ സ്പോട്ടാണ് കേട്ടോ. പക്ഷെ മഴ കാരണം നമ്മൾ അവിടെ ഒതുക്കി നിർത്താം എന്നൊക്കെ വിചാരിച്ച് നിർത്തിയൊക്കെ നോക്കി. പക്ഷെ വീണ്ടും മഴയുടെ ആ ഒരു ഇതൊക്കെ കാരണം നമുക്കവിടെ എന്താണെങ്കിലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വണ്ടി മുന്നിലേക്ക് എടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുമായിരുന്നു. നല്ല രീതിക്ക് മഴമണ്ണുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എതിരെ നിന്നുള്ള വണ്ടി വരുന്നതൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ കുറച്ചധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു വഴിയും അതേപോലത്തെ വളവൊക്കെ ആണല്ലോ അതുകൊണ്ടിട്ട്. പക്ഷേ വ്യൂ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആസ്വദിച്ച് കേട്ടോ. ഈ ഒരു ട്രാവൽ സത്യത്തിൽ എനിക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ് നൽകിയത് ഈ മഴക്കാലത്ത് ട്രാവൽ ചെയ്ത് പോയപ്പം. പക്ഷേ കുറച്ചുകൂടെ വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറച്ചുകൂടെ സ്പോട്ടൊക്കെ കവർ ചെയ്യുമായിരുന്നു. ശരിക്കും നമ്മൾ വാഗമണ്ണ് യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ളി കണ്ട് തീർക്കാൻ പറ്റിയ അത്രയും സ്പോട്ട് ഉണ്ട് കേട്ടോ. കുറേ അധികം ഹിഡൻ സ്പോട്ട്സൊക്കെ ഉണ്ട്, ആർക്കും അറിയാത്ത കിടിലനായിട്ടുള്ള നല്ല ടൂറിസ്റ്റ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു 2 ഡേ ട്രിപ്പ് നിങ്ങൾ വാഗമണ്ണിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള നഷ്ടമില്ല. വാഗമണ്ണ് മാത്രമല്ല, നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കുറേ അധികം ടൂറിസ്റ്റ് സ്പോട്ടുകൾ ചുറ്റപ്പെട്ട് കിടപ്പുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇല്ലിക്കക്കല്ല്, അതോടൊപ്പം തന്നെ അയ്യൻപാറ, മാർബൽ അരുവി, അങ്ങനെയൊക്കെ പറയാൻ നിയറസ്റ്റ് ആയിട്ട് കുറേ അധികം ഉണ്ട്. പിന്നെ വാഗമണ്ണിലും നമുക്ക് കുറേ അധികം സ്പോട്ട്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും നോർമലി പോയി കാണുന്ന തങ്ങൾപ്പാറ, മുട്ടക്കുന്ന്, പിന്നെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ കുരിശുമല, അങ്ങനത്തെ സ്പോട്ട്സുകളല്ലാണ്ട് കുറേ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ ബ്യൂട്ടി ആസ്വദിക്കാനും ഒക്കെ പറ്റിയ കിടിലൻ നല്ല ഹിഡൻ സ്പോട്ടുകളും വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാഗമണ്ണ് നിങ്ങൾ 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കിടിലനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് യാതൊരു വിധ നഷ്ടവും ഫീൽ ചെയ്യില്ല. നമ്മളൊരു കൊടൈക്കനാലൊക്കെ പോയി കാണുന്ന അത്രത്തോളം സ്പോട്ടും കാര്യങ്ങളൊക്കെ വാഗമണ്ണിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ നമുക്ക് കുറേ അധികം നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഫോട്ടോസ് അല്ലെങ്കിൽ വ്ളോഗ് വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് വാഗമൺ. എല്ലാവരും പോകുന്ന സ്പോട്ടാണ്. വാഗമൺ ടൗണിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇത് കേരളമാണോ ഒരു തമിഴ്നാട് ടച്ചൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ.
വാഗമൺ ആയിക്കോട്ടെ, മൂന്നാർ പോകുമ്പോഴും എനിക്കിതേ സെയിം ഫീലിംഗ് തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു തമിഴ് ഫീലിംഗ് ഒക്കെ, അതായത് ഒരു തമിഴ് ടച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. വീണ്ടും ഞങ്ങൾ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പം നമ്മളൊരു സ്ഥലത്തെത്തി കേട്ടോ. ഏറെക്കുറെ എത്താറായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും പുറത്ത് നല്ല മഴയാണ്, മഴയോട് മഴയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു വീഡിയോയിൽ കണ്ടു കാണും, ആ ഒരു കടയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിക്ക് നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടു. വേറെ ഒന്നും കൊണ്ടല്ല, ഈ തണുപ്പത്ത് നമ്മൾ ബജി, അതായത് ചൂട് ബജി പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചൂട് ചായയൊക്കെ കുടിക്കുന്നത് ഒരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു ചായ കുടിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി. അതിനുശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വ്യൂ ഒക്കെ കുറച്ചധികം ക്യാപ്ചർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കും, വേണമെങ്കിൽ ഇടയ്ക്ക് കയറി പോകാം, പക്ഷേ പോയില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ബജിക്കടയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നല്ല മഴയത്ത് നല്ല ചൂട് ബജിയും അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് ചായയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബജി ആണെങ്കിലും ചായ ആണെങ്കിലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നമ്മൾ ആൾക്കാർ ചെല്ലുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ. അവിടെ ചൂടോട് കൂടിയാണ് ബജി ഉണ്ടാക്കി തരുന്നത്. നേരത്തെ ഉണ്ടാക്കി അടുക്കി വെച്ച ബജിയല്ല. തണുത്തിരിക്കുമ്പോൾ ആ ഒരു ബജിയുടെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ അതേപോലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, മാവ്, അതായത് ചില കടയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇപ്പം മുളക് ബജിയൊക്കെ ആണെങ്കിലും മാവ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ആ ഒരു കറക്റ്റ് രീതിക്കാണ് മാവ് ഉണ്ടായിരുന്നത്. ഓവറായിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് മീഡിയമായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്തത് മുളക് ബജിയാണ്. വേറെ ബാക്കിയുള്ളവരൊക്കെ പ്രിഫർ ചെയ്തത് മുളക് ബജി പ്ലസ് വാഴക്ക ബജി, അതേപോലെ തന്നെ മുട്ട ബജിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ മുട്ട ബജിയൊന്നും വലിയ ഇഷ്ടമില്ല, മുളക് ബജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ മുളക് ബജി ആ ഒരു ചമ്മന്തിയിൽ കൂട്ടി കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. നല്ല തണുപ്പും മഴയും ആ സമയത്ത് നല്ല ചൂട് ബജിയും, എന്താണെങ്കിലും സംഭവം കിടിലനായിരുന്നു കേട്ടോ. നിങ്ങൾ വാഗമണ്ണ് പോകുന്നവരാണെങ്കിൽ ഈ ഷോപ്പ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബജി നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ അവിടെ മാഗിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മാഗിയൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ ബജിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ കുറച്ചധികം ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ മഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവുമായിരുന്നു. അതോടൊപ്പം തന്നെ വോമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങോട്ടെങ്കിലും ലോങ് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ ഈ ഒരു കാര്യമായിരിക്കും മനസ്സിൽ വരുന്നത്. അപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷെ അത് പതിയെ മാറി ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഇതേപോലെ നേച്ചർ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലത്ത് പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതേപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ഞാൻ പോകുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വ്ളോഗ്സൊക്കെ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക, ഈ നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക എന്തോ ഒരു സന്തോഷമാണ് മനസ്സിന്. നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമ്പം എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മളിങ്ങനെ ഫോണിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സ്പോട്ടിൻ്റെ എക്സാക്റ്റ് ആ ഒരു ബ്യൂട്ടിയും ആ ഒരു നേച്ചർ ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, ഓരോ സ്പോട്ടിൽ എത്തുമ്പോഴും വീഡിയോ എടുക്കണം അങ്ങനെ കട്ട് ചെയ്തു വീഡിയോ എടുക്കുന്നു, അങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമേ ഉള്ളൂ, എനിക്ക് വീഡിയോ എടുക്കുമ്പം അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വാഗമൺ ഇപ്പോൾ പോകുമ്പം നമ്മൾ പണ്ടൊക്കെ പോയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇൻസ്റ്റൻ്റായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഒക്കെ പോയാലും, റീസൺ ഒരു 6 മാസം മുന്നേ ഒക്കെ പോയാലും വീണ്ടും നമ്മൾ പോകുമ്പോൾ നല്ല ഡിഫറൻസ്, അതായത് കുറേ അധികം ചേഞ്ചസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത്രമാത്രം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന സ്ഥിരം കാഴ്ചകളാണ്. ഇതേപോലെ പശുക്കളൊക്കെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന കാണാൻ പറ്റും, അതായത് പുല്ല് കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ പണ്ട് മുതലേ നമ്മളിങ്ങനെ കാണുന്ന ആ ഒരു പഴകിയ ബിൽഡിങ്ങൊക്കെയാണ്. പിന്നെ വളവൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഇതേപോലെയൊക്കെ ആയിരിക്കും റോഡുകളൊക്കെ. ശരിക്കും അത്രയും മണിക്കൂർ ഈ ഒരു യാത്ര മൈൻഡൊന്ന് റിഫ്രഷ്ഡ് ആക്കാനും, നമ്മളെന്താ പറയുക, നമ്മുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറേ അധികം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയതൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതേപോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക, യാത്ര പോവുക, മൈൻഡ് കൂളാക്കുക. അങ്ങനെയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു യാത്ര പോകുമ്പം
ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം മഞ്ഞ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകെ ഇനി നമ്മൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് മൊട്ടക്കുന്നിൻ്റെ ആ ഒരു പ്ലേസിൽ പോകാമെന്നാണ്. പക്ഷേ മൊട്ടക്കുന്നിലൊന്നും നമ്മൾ കയറുന്നില്ല. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ അധികം ഇങ്ങനെ കടകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, മഴ ആയതുകൊണ്ട് തന്നെ ഫുൾ ഒരു ട്രാവൽ നമ്മൾ വണ്ടിയിൽ കയറി അല്ലെങ്കിൽ കാറിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതായിട്ടും സൈഡിൽ വ്യൂസും അതേപോലെ തന്നെ റോഡിൽ കാണുന്ന കുറച്ച് വ്യൂസൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഓരോ സ്പോട്ടിലും നമ്മൾ ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു വ്യൂ, മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡായി, അതോടൊപ്പം തന്നെ ഒന്ന് കാമാൻ ക്വയറ്റൊക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത നല്ല അടിപൊളി ഒരു യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് ഇതേപോലെ കുറേ അധികം ടോയ്സൊക്കെ വിൽക്കുന്ന, ചോക്ലേറ്റ്സൊക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കിടിലനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ നല്ല ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ നമുക്കിങ്ങനെ സ്ലൈസ് ആക്കി കിട്ടും കേട്ടോ. അതൊക്കെ വാങ്ങിക്കഴിച്ചു. മാങ്ങ മാത്രമല്ല, നെല്ലിക്ക, അങ്ങനെ പല വെറൈറ്റീസൊക്കെ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ മുട്ടക്കുന്നൊക്കെ പോകുമ്പം അവിടെയൊന്നും പാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ റീസെൻ്റായിട്ടല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് പാസും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഒരാൾക്ക് 25 റുപ്പീസ് എങ്ങാണ്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ നമുക്ക് ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളും ഫ്രീ ആയിട്ട് കയറി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെ. ഈവൻ കാറുകൾ പോലും ആ മുട്ടക്കുന്നിലൊക്കെ കയറ്റി റേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും അലോഡല്ല. അടുത്ത സ്പോട്ടിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച് കാറിങ്ങനെ മുന്നിലോട്ടൊക്കെ പോയി. പക്ഷേ അധികം അങ്ങോട്ട് പോയില്ല. എന്താണെങ്കിലും ഭയങ്കര മഴയും മഞ്ഞൊക്കെയാണ്, ഇനി പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ പാതിക്കെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പഴയ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തി. മുട്ടക്കുന്നിൻ്റെ ആ ഒരു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് തന്നെ അവിടെ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചധികം മുന്നിലേക്ക് പോയിട്ട് വണ്ടി തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച ആൾക്കാർ വ്യൂ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം പശുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ബാക്ക് ടു പഴയ ഡെസ്റ്റിനേഷനിലോട്ടാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. അവിടെ പോയിട്ടൊന്നുമില്ല, കുറച്ച് നേരം നമ്മൾ നിർത്തിയിട്ടു, ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ച് ആ കടകളിലൊക്കെ പോയിട്ട് ഉപ്പിലിട്ട മാങ്ങ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചു. അതൊക്കെയുള്ളൂ. എനിക്ക് ചോക്ലേറ്റ് വാങ്ങണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ എന്തോ വേണ്ടെന്നുള്ള രീതിക്ക് അങ്ങനെ വാങ്ങിയില്ല കേട്ടോ. നോർമലി എപ്പോഴും ഇങ്ങനത്തെ പ്ലേസിൽ പോകുമ്പം എനിക്ക് ചോക്ലേറ്റ് കണ്ടാൽ വാങ്ങണമെന്ന് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ വാങ്ങിയില്ല. ഇനി നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് കേട്ടോ. ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ മാങ്ങ വാങ്ങാൻ പോകുന്നതാണ്. നല്ല ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ്. എനിക്ക് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ 20 രൂപയാണെന്ന് തോന്നുന്നു ഒരു കവറിൽ. പക്ഷെ ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ ആ സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 കവർ ഞങ്ങൾ വാങ്ങി. പിന്നെ അവിടെ കുറേ ചോക്ലേറ്റ്സും പിന്നെ പിള്ളേർക്ക് വേണ്ട ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കഴിച്ച മാങ്ങ. ഉപ്പും മുളകുപൊടിയൊക്കെ തൂകിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെങ്കിലും കിടിലനായിരുന്നു. തീരെ പച്ചയല്ല താനും, എന്നാൽ ഓവർ മധുരവും ഇല്ല. പക്ഷേ സംഭവം എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്താണേലും മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ ആസ്വദിച്ച് കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും തുടരാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ കുറച്ചധികം വ്യൂസൊക്കെ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തു വീഡിയോസിന് വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വേറെ സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കവർ ചെയ്തില്ല, നേരെ വീട്ടിലേക്കാണ് പോയത്. വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്ത് ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിനെ കുറേ നാളായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയത് ഇന്നാണ്. കുറേ നാൾ മീൻസ് കഴിഞ്ഞ ആഴ്ച പോയതാണ്. ഈ ആഴ്ചയാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഈ ആഴ്ച വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ. എല്ലായിടത്തും മഴ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അത്യാവശ്യം നല്ല റഷ് ഉണ്ട് കേട്ടോ. അതായത് വാഗമണ്ണായിക്കോട്ടെ, ഇല്ലിക്കക്കല്ലായിക്കോട്ടെ, അയ്യമ്പാറ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നല്ല രീതിക്ക് ആൾക്കാർ മഴയത്തൂടെ വ്യൂസ് ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക്. നല്ല രീതിക്ക് മഞ്ഞായിരുന്നു. ഈ ഒരു ടൈമിലൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ഒന്നും തന്നെ നമുക്ക് വ്യൂ വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും പോയ ആ ഒരു യാത്ര അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ തിരിച്ച് വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം മോർണിംഗ് പോയിട്ട് ഈവനിങ് വരണം എന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അതൊന്നും നടന്നില്ല. ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. കട്ട മഴയൊക്കെ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജസ്റ്റ് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് വ്യൂസൊക്കെ കണ്ടു വന്നു.
വ്യൂ അധികം കാണാനൊന്നും പറ്റിയൊന്നുമില്ല. മഴയുള്ള ടൈമിൽ നമുക്ക് പുറത്തിറങ്ങി അധികം നിൽക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു. എപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ പൊതുവേ വീഡിയോസൊക്കെ ഇടുന്നത് കുറവാണ് കേട്ടോ. എടുക്കണമെന്ന് വിചാരിക്കും, സമയക്കുറവൊക്കെ കൊണ്ടിട്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഞാൻ സ്പോട്ടൊന്നും പ്രോപ്പർ വേയിൽ ഇറങ്ങി നിന്ന് കാണാത്തത് കൊണ്ട് എനിക്ക് ഓരോ സ്പോട്ടിനെ കുറിച്ചിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും പറ്റിയിട്ടില്ല. ആ കുറവ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. എങ്കിലല്ലേ എനിക്ക് എൻ്റെ പോരായ്മകളൊക്കെ മാറ്റി ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റാ.